സുഖമാണോ നിനക്ക്? എനിക്ക് സുഖമാണ് വിക്രാന്ത്. നിനക്ക് സുഖമല്ലേ? എന്താ ചോദിക്കുന്നത്? എനിക്ക് സുഖം തന്നെയാ. നീ പോയ ശേഷം എത്രത്തോളം മിസ് ചെയ്യുന്ന നിനക്കറിയോ? അല്ല, നിനക്ക് കോൾ ചെയ്യാൻ എത്ര സമയം വേണം? അല്ല അത് ചുമ്മാ ഇരിക്കും, ഓരോന്നും പറയണ്ട. നമ്പറില്ലാന്നുള്ള കഥയും പറഞ്ഞു വരരുത്. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നല്ലോ, എടുക്കാൻ പാടില്ലായിരുന്നോ? അത് വിക്കി എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ കഥ പറയുന്നത് എനിക്കറിയാം. എങ്ങനെയാണോ നീ ബാംഗ്ലൂർ വന്നേ? നിന്നിവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്കെന്തോ എന്നെ നഷ്ടപ്പെട്ടൊരു പാർട്ട് തിരിച്ചു കിട്ടിയ പോലെ അത്ര സന്തോഷായി. എന്താണ് വെറുതെ ഇരിക്കുന്നേ? സംസാരിക്കാൻ ഞാൻ അവസരം തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോട്ടെ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നീ ചേട്ടനെ കുറിച്ചാ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അവന് സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടില് വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇപ്പോ. എന്റെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. എന്താ, കല്യാണം ഫിക്സ് ആയെന്നോ? സത്യമാണോ ഇത്? ഞാൻ സത്യം പറഞ്ഞേ, അതും ലവ് മാരേജ്. അങ്ങനെ എന്റെ ഡ്രീം ഗേളിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തേനെ. ഇപ്പൊ കണ്ടുകിട്ടിയല്ലോ. കല്യാണത്തിന് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറേ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ നിന്നെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുക. അല്ല, നീ എന്താ ഈ വേഷത്തില്? എന്താ കാര്യം? എന്ത് ചെയ്യാനാ വിക്കി, ജീവിക്കണ്ടേ? ചുമ്മാ സെന്റിയൊന്നും അടിക്കണ്ട. വാ, ഞാൻ ഒരാളെ കാണിച്ചു തരാം. അതെന്ത് സ്പെഷ്യലാടാ? അതൊക്കെ കാണിച്ചു തരാം. വാ, ഒരാളുണ്ട്. ഇത് നമ്മുടെ റിസപ്ഷൻ ഒന്നുമല്ല, പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് ഇനി സമയമുണ്ട്. ആദ്യം വിക്രാന്തിന്റെ കല്യാണം. കമോൺ ഗൈസ്, നമുക്ക് പോവാം. ഹലോ, ഇവിടെ റിസർവ് ചെയ്തതിന് താങ്ക്സ് സാർ. ബൊഫെ റെഡി ആയിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും ഇരിക്കാനുള്ള ടേബിൾ ഇവിടെ. ഐ തിങ്ക് ബുഫേ മതി. ബോസിന് കല്യാണം ഫിക്സ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. കൺഗ്രാറ്റ്സ് മാം. കൺഗ്രാറ്റ്സ് സാർ. ഫിക്സ് ചെയ്ത ജോഡി ഇതാണെങ്കിലും ഇഷ്ടമായ ജോഡി അത് വേറെയാ. ഒന്നും പറയാനില്ല. സോറി സാർ, എന്തെങ്കിലും തെറ്റുപറ്റിയോ? അത് പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ വന്നിരുന്നില്ലേ? ആ ഫംഗ്ഷന് ഞങ്ങളാണ് കാറ്ററിംഗ് നടത്തിയത്. അന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഈ കൺഫ്യൂഷൻ ഉള്ളത്. അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയിന്നോർത്ത് ഞാനും ഇപ്പൊ പശ്ചാത്താപിക്കുന്നുണ്ട്. ഐ എം സോറി, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇവളാണ് ആ പെൺകുട്ടി. ഐ എം സോറി മാഡം. കൺഗ്രാറ്റ്സ്. വേദാന്ത് സാറിനെ കല്യാണം കഴിക്കാൻ പോവാണല്ലേ? നിങ്ങൾ വളരെ ലക്കിയാണ്. നിനക്കിത് എന്തു പറ്റിയ മുല്ലേ? ഇത് നീയല്ല, ഉറപ്പായിട്ട് നീയല്ല. നിനക്കിത് എന്താ പറ്റിയത്? നീ അങ്ങനെ കരഞ്ഞു നടക്കുന്ന ആളല്ലല്ലോ. ചിലപ്പോഴൊക്കെ ഈ ലോകത്തുള്ള പെൺകുട്ടികൾക്കൊക്കെ ഉറക്ക കരയുമ്പോഴാ സമാധാനം കിട്ടുന്നേ. എന്നാ നീയോ ഈ കാലത്തിലുള്ള പെൺകുട്ടികൾക്ക് മാതൃകയാ നീ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേട്ടോണ്ട് തിരിച്ചു പറയാതെ പൊട്ടിയെ പോലെ മിണ്ടാതിരിക്കരുത് നീ. അത് നിനക്ക് ഒട്ടും ചേരില്ല. നീ അങ്ങനെയല്ല. വന്ന് ഭക്ഷണം കഴിക്കേ. ഞാൻ കഴിച്ചോളാം. എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ നീ അതൊക്കെ വിട്ട് ഇവിടെ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല, വീട്ടിലെ കാര്യം ഓർത്തതാ. വീട്ടിലെ കാര്യമോ? വീട്ടിലെന്താ പ്രശ്നം? അവിടെ പ്രശ്നമൊന്നുമില്ല.
എന്താ പറ്റിയത്? ബോസ് എന്താ ഇതൊക്കെ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. സാഹിത്യ അമ്മേ വാ, ഒരാളെ പരിചയപ്പെടാം. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ഇറങ്ങി വാ. ഇനി ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചിരുന്നവൻ ഇപ്പതാ വിക്കിയുടെ കൂടെ ഇവിടെ നിൽക്കുന്നു. മദർ ഇന്ത്യ എന്തെങ്കിലും സ്റ്റാച്ചു ആയി നിൽക്കുന്നേ? എത്ര നാൾക്ക് ശേഷം ഇവനെ കാണുന്നതെന്നറിയോ? നമ്മുടെ ധ്രുവ അമ്മേ. ഓഫ് കോഴ്സ്, ധ്രുവയെ കണ്ടതിൽ വളരെ സന്തോഷം. ഇവനെ അല്ലെങ്കിലും ആർക്കാ ഇഷ്ടമല്ലാത്തത്? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. ആ അതെ അതെ, കഴിഞ്ഞതോ കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണെങ്കിൽ എന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. ഇവനാണ് ഈ കൊച്ചി വന്നത് കറക്റ്റ് സമയത്താ. അതുമല്ല, കറക്റ്റ് എന്റെ കൺമുമ്പിൽ തന്നെ. ഇവനെ കണ്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയാമേ. അല്ല ധ്രുവ, നീ ഇപ്പൊ എന്ത് ചെയ്യ? പുതിയ ഗെറ്റപ്പിലാണല്ലോ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അമ്മേ, അത് പിന്നെ ഇവൻ ഇവിടെ വർക്ക് ചെയ്യുന്നേ. ഞാൻ ചോദിച്ചപ്പോ ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. നീ എന്നൊന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ജോലി റെഡിയാക്കി തരില്ലായിരുന്നോ? ഈഡിയറ്റ്. അവിടെ ജ്വല്ലറി ഷോപ്പിൽ ഉണ്ടായിരുന്നവൻ ഇന്നിവിടെ നിൽക്കുന്നു. അമ്മേ, നമുക്കിവനെ വീട്ടിലേക്ക് വിളിച്ചാൽ എന്താ? അമ്മ പറഞ്ഞ അവൻ കേക്കും. പറ അമ്മേ. ഉറപ്പായിട്ടും മിക്കി. ധ്രുവ, നീ എന്തായാലും വീട്ടിലേക്ക് വാ. അവിടെ നിനക്ക് പരിചയമില്ലാത്തതൊന്നും അല്ലല്ലോ. നീ എന്താണ് നോക്കിയേക്കുന്നേ? വണ്ടി കയറാ. അമൂല്യ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേട്ടാ. വാ, വന്നിരിക്കും. ഇരിക്കാം മൂല്യ. Come, sit down. അത്ഭുതം എന്താണെന്ന് വെച്ചാ നമ്മുടെ ബോസിന്റെ അമൂല്യ മേഡത്തിന്റെയും പ്ലേറ്റില് ഒരേപോലുള്ള ഫുഡ് ഐറ്റംസ് എടുത്തു വെച്ചിരിക്കുന്നത്. സുമേഷ് സാർ, ഡയാന, എന്താ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നത്? എന്താ പറ്റിയത്? അറ്റൻഷൻ പ്ലീസ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കല്യാണമായി വേണ്ടാന്ന് വെച്ച നമ്മുടെ ബോസിന്
ഇത്രയും പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്തിച്ച നമ്മുടെ സാഹിത്യ മേമനും ഞങ്ങൾക്ക് തന്ന ഈ ട്രീറ്റിന്റെ പേരിലും cheers. അമൂലിക്ക് നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നത്. സാർ ഈ കാറൊന്ന് മാറ്റിയിടോ, വേറെ വണ്ടികളൊക്കെ വരാനുള്ളതാ. സോറി ഞാൻ മാറ്റിടാ. മദറിന്ത്യ, ഇവന്റെ പേരിൽ ഒരു കണ്ണ് വേണേ. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവൻ ഇപ്പൊ തന്നെ എസ്കേപ്പ് ആവുന്നു. ഓക്കെ, നിനക്കെന്താ കാര്യങ്ങൾ പറഞ്ഞു തന്നാ മനസ്സിലാവില്ലെന്നാണോ? ആരുടെയും കണ്ണിൽപ്പെടാതെ ദൂരെ എവിടേക്കെങ്കിലും പോകാൻ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ദൂരെ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോ പോലും. എന്നാ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ പുറകെ വരാതിരുന്നാൽ മാത്രം മതി. എവിടെ പോയി തെണ്ടി തിരിഞ്ഞിട്ടായാലും ഞാൻ ജീവിച്ചോളാം. എക്സാക്ട്ലി, അത് മാത്രമേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. നോക്ക്, ജ്വല്ലറിയിലെ തിരിമറി നടത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. പറയാതിരിക്കാൻ പറ്റില്ല. നിനക്കെന്തായാലും ബുദ്ധിയുണ്ട്. ബുദ്ധി കൂടുതലായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രശ്നം അന്നവിടെ ഉണ്ടായത്. നോക്ക് ധ്രുവ, എന്റെ വഴിക്ക് വരാൻ നീ ശ്രമിക്കരുത്. ഇതിനു മുമ്പ് നീ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ പോയിക്കോ. നിനക്ക് എത്ര പണം വേണമെങ്കിലും അത് ഞാൻ തന്നോളാം. എന്താ ഭീഷണിയാണോ ഇത്? നിനക്ക് ജീവിക്കാനുള്ള വഴിയാ പറഞ്ഞത്. ചില കാര്യങ്ങൾ പറയുന്നവരെക്കാൾ കേൾക്കുന്നവർക്കാണ് അതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവുന്നത്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും കേൾക്കാം, പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിച്ചിരിക്കണം. അതൊരിക്കലും നടക്കില്ല. നീ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ജീവനുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂന്നുള്ളത് ഓർക്കുന്നത് നല്ലത്. നിങ്ങൾ പറയുന്നതൊന്നും അങ്ങനെ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. ആണോ? Then I will meet your life hell. നീ ഇങ്ങോട്ട് വന്നേ. എന്താ മാഡം? എനിക്ക് ഇവിടുത്തെ മാനേജറുടെ നമ്പർ വേണം, അർജന്റായിട്ട്. മാഡം എന്റെ കയ്യിലില്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ പോയാലും എന്നെ വെറുതെ വിടില്ല. ഇവിടെയും വന്ന് എന്റെ ജോലി കളഞ്ഞു. ഛേ, സോറി. ജെൻസിന്റെ ടോയ്ലറ്റിൽ നിനക്കെന്താ കാര്യം? അയ്യോ, അത് ഞാൻ അറിയാതെ ലേഡീസിന്റെ ടോയ്ലറ്റ് ആന്ന് ഓർത്തു. എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഓർത്തു. എന്തോ ഭാഗ്യം കൊണ്ട് അകത്തേക്ക് കയറാതിരുന്നേ. അത് പോട്ടെ, ഞാൻ കൈ കഴുകാൻ വന്നതാ. നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? ഫുഡ് കഴിച്ചു വന്നോ? ഞാൻ കഴിച്ചു കഴിഞ്ഞതാ, എനിക്ക് മതിയായി. കഴിച്ചെന്നോ? കള്ളം പറയാൻ നിക്കണ്ട. നീ ഒന്നും കഴിച്ചില്ല. എന്താ നീ കഴിക്കാത്തെ? അതെന്താണെന്ന് വെച്ചാ പ്ലേറ്റിലല്ലേ എടുത്തു കഴിഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഇന്ന് വ്രതമാണല്ലോ, ചോറ് കഴിക്കാൻ പാടില്ലല്ലോ എന്ന്. ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഇതിൽ വിശ്വസിക്കാതിരിക്കാൻ എന്താ? ഞാൻ പറഞ്ഞത് സത്യം. ഇരിക്കെ.
ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. പിടിക്കേ. ഇതെന്താ? ചോറ് കഴിക്കില്ല എന്നല്ലേ നീ പറഞ്ഞേ? ഇത് കഴിക്കാലോ. കുഴപ്പമില്ല, വേണ്ട. അനുസരണശീലം നിന്റെ സ്വഭാവത്തിലില്ലല്ലേ? നിന്റെ മുഖം ഒന്ന് നോക്കി നോക്ക്, എത്ര ഡള്ളായിട്ടാ ഇരിക്കുന്നെ. ഒരു ഭംഗിയുമില്ല. നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാ. എല്ലാരും പറഞ്ഞു എനിക്ക് കുറച്ച് വണ്ണം കൂടിയെന്ന്, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയേ. പിന്നൊന്നും പറഞ്ഞില്ലേ? നേരത്തെ ഈർക്കിലി പോലെയാ, ഇപ്പൊ അതിലും കഷ്ടമാ. അങ്ങനെയുള്ളപ്പോ വ്രതം, അഷ്ടമി, നവമി എന്നൊക്കെ പറഞ്ഞ് നിന്റെ തലയ്ക്ക് സുഖമില്ലേ? അറിയില്ല, ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. തറുതല പറയാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രായത്തിലൊക്കെ എന്ത് കിട്ടിയാലും കഴിക്കേണ്ടതാ. കഴിക്കാനാ പറഞ്ഞ. എടാ ഡിറ്റക്റ്റീവ് പാനി, ഈ മീനാക്ഷിയുടെ പ്രണയത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചേട്ടാ, ഇത് ഡിറ്റക്റ്റീവ് മണിയുടെ ജോലിയല്ല. ഇനി ജഗദീഷേണ്ണ മാത്രമേ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. എന്ത് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ചേട്ടാ, ജഗദീഷേണ്ണ അങ്ങനെ കുറച്ചൊന്നും കാണല്ല. നിങ്ങള് വലിയ പുള്ളിയാ. നീ വിചാരിച്ച നടക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ? പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത. പറ്റുന്ന പോലെ നോക്കാം. അയ്യോ എന്റെ പൊന്നു ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഫ്രൂട്ട്സ് ആയോണ്ടാണോ നീ കരയുന്നത്? അതിനകത്ത് എരിവുള്ള സാധനമൊന്നും ഇല്ലല്ലോ. ശരി, പോട്ടെ. വേണ്ടെങ്കി വേണ്ട. ഞാൻ ദേഷ്യപ്പെട്ടത് സങ്കടമായോ? അങ്ങനെയൊന്നുമില്ല, അത് സാരമില്ല. നീ ഇപ്പൊ എന്തിനാ കരഞ്ഞത്? ഭക്ഷണം കഴിക്കാതിരുന്ന വല്ല അസുഖം പിടിച്ചാലോ? ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? ഇന്നിനി ഓഫീസിലേക്ക് വരണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ഒത്തിരി നല്ലവനാ നിങ്ങള്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. എന്നിട്ട് എന്റെ മനസ്സിലുള്ള ഇഷ്ടത്തിനെ പറ്റി മാത്രം എന്താ അറിയാത്തെ? ഹലോ, നീ എന്താ ആലോചിച്ചിരിക്കുക? ഇത് ക്ലോസ്ഡ് ഏരിയ, ആരും വരില്ല. വെറുതെ പേടിച്ച് പനി പിടിപ്പിക്കണ്ട. ഇങ്ങ് വാ. നീ എനിക്കൊരു എതിരാളിയല്ല. നീ എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആളായോ? ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ വാക്ക് അനുസരിക്കാതെ എന്റെ പ്ലാനുകളൊക്കെ നശിപ്പിക്കാൻ നോക്കല്ലേ നീ? ഈ സുഹാസിനിയുടെ മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല. ഒരു നിമിഷം പോലും വേണ്ട എനിക്ക് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ. എന്റെ മുന്നിൽ വന്ന് നിന്നത് പോരാഞ്ഞിട്ട് എന്റെ മകനെ കൂട്ടുപിടിച്ച് നീ ഈ വീട്ടിൽ കയറിക്കൂടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. നീ ഈ വീട്ടിനകത്ത് വരുന്നത് പോരാഞ്ഞു നീ ആ ഗേറ്റിങ്കിൽ വരുന്നത് പോലും എനിക്ക് സഹിക്കില്ല.